ഒടുവില് വിളക്കുണ്ടാക്കി കഴിഞ്ഞപ്പോ ഡികെയുടെ ദേഹത്ത് മുഴുവൻ ചെളിയായമ്മ. പിന്നെ ദേ ഇവിടെ മുറ്റത്ത് കൊണ്ടു നിർത്തി പൈപ്പ് തുറന്നു വിട്ട് ഡികെ ഞാൻ തന്നെ കുളിപ്പിച്ചു. ഇവള് ഡികെ കുളിപ്പിച്ചെന്നോ? ഈശ്വര, എന്റെ ബോധം ഇപ്പോഴേ പോയി. കണ്ണാ, ഞാൻ മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചു. അപ്പോ രണ്ടുപേരെ ഒറ്റയ്ക്കാക്കിട്ട് പോയതിന് ഗുണമുണ്ടായി. ഇനി ഇവരെ ഒരു ഹാപ്പി കപ്പിളായിട്ട് കണ്ടാ മതി. ആ അമ്മ എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നേ? നത്തിങ് നത്തിങ്. അല്ല, നിനക്കിതൊക്കെ ഒന്ന് കാണണ്ടേ മോളെ? ആദ്യം തന്നെ അതും തന്നെ. ആ വാ. മൈജി, നമ്മൾ എന്തായി കേട്ടത്? ഡികെ ജ്യോതിയെ മഞ്ചിനകത്തുണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്തെന്നോ? ഇവൾക്ക് എങ്ങനെ ഇത്രയും പെട്ടെന്ന് ഡികെ വശീകരിക്കാൻ പറ്റിയ? ഇവളിനി വല്ല വശീകരണ മന്ത്രവും പഠിച്ചിട്ടുണ്ടോ? ഇനി പതുക്കെ പതുക്കെ ഡികെ ആ ബേക്കറിക്കാരിയെ ഭാര്യയായിട്ട് അംഗീകരിക്കുന്ന ഇപ്പൊ എന്റെ സംശയം. നീ പറഞ്ഞത് നാളെ സംഭവിച്ചുകൂടായികയില്ല. അവളുടെ ട്രാപ്പില് വീഴാതെ എത്ര നാള് ഡികെക്ക് മാറി നടക്കാൻ പറ്റുമെന്ന് കണ്ടറിയണം. അതിനു മുൻപ് അവളെ ഇവിടുന്ന് ഓടിക്കണം. ദീപാവലിയുടെ ഷോപ്പിംഗ് ഒക്കെ ഗംഭീരായിട്ടുണ്ടെന്ന് തോന്നല്ലോ അമ്മേ. വൈ നോട്ട്? ദീപാവലിക്ക് എല്ലാവർക്കും പുതിയ ഡ്രസ് എടുക്കണം. കൊറോണ കാരണേ 2 years ആയിട്ട് ഇവിടെ ഒരു ആഘോഷവും ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ട് ഈ കൊല്ലം നമുക്കങ്ങ് സൂപ്പറാക്കണം. മോളവിടെ ഇരിക്കേ. ബേട്ടി, നീ ഉണ്ടാക്കിയ വിളക്കുകളെല്ലാം നിന്നെ പോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ അമ്മേ? അതെ, ആ വിളക്കുണ്ടാക്കാൻ ഡികെ നിന്നെ സഹായിച്ചെന്ന് പറഞ്ഞത് സത്യമാണോ? അമ്മേ, സത്യാ. അയ്യോ, ഞാൻ കള്ളം പറഞ്ഞതല്ല. അത് കലക്കി. അപ്പോ മറ്റേ കാര്യോ? എന്ത് കാര്യം? നീയേ ഹിറ്റ്ലറിനെ കുളിപ്പിച്ചെന്ന് പറഞ്ഞത്, അത് അവളുമാരെ പറ്റിക്കാൻ പറഞ്ഞല്ലേ ബേട്ടി? അല്ലമ്മേ. അശു, ഒരിക്കലും അല്ല. ഞാൻ പറഞ്ഞത് മുഴുവന് സത്യം. ഡികെയുടെ കാറ് കഴുകുന്ന പോലെ ഓസിലൂടെ വെള്ളം ചീറ്റിച്ച ഞാൻ ഡികെയെ കുളിപ്പിച്ചത്. ഭഗവാനെ, ഞാൻ ഈ കേക്കുന്നത് എന്താ? ചെകുത്താനെ മാലാക്ക കുളിപ്പിച്ചെന്നോ? യു ആർ മിടുക്കി, വെരി വെരി മിടുക്കി. ഇത് പിടിക്കേ. ഇതാർക്കാമേ? നിനക്ക് അല്ലതാർക്കാ? എനിക്കിപ്പ എന്തിനാ അമ്മ ഇതൊക്കെ വാങ്ങിച്ചത്? നീ എന്റെ മരുമോളായതുകൊണ്ട്. നിനക്ക് മാത്രമല്ല, ദീപാവലിക്ക് നിന്റെ വീട്ടുകാര് വിരുന്നു വരുമ്പോ അവർക്ക് കൊടുക്കാവുന്നതെല്ലാം ഇതിലുണ്ട്. ദേ, അത് മാത്രമല്ല, ഇതാ നോക്കിയേ, നെക്ലസ്. ഇതമ്മേ നിനക്ക് വേണ്ടി വാങ്ങിച്ചതാ. ലുക്ക്, ഹൗ ഈസ് മൈ സെലക്ഷൻ? അമ്മ, ഞാൻ നിഷേധിക്കുവാണെന്ന് കരുതരുത്.  ഇപ്പൊ തന്നെ ആവശ്യത്തിലധികം ഓർണമെന്റ്സ് എന്റെ കയ്യിലുണ്ട്.
ഇത് അമ്മ തന്നെ വെച്ചു. അത് കൊള്ളാം. എന്റെ ഗിഫ്റ്റ് എനിക്ക് തന്നെ തിരിച്ചു തരുന്നോ? മോളെ, എനിക്ക് വയസ്സായി. എന്റെ മരുമകൾ ഇതിട്ട് കാണാനായി എനിക്കിഷ്ടം. എന്നെ ഇങ്ങനെ നിർബന്ധിക്കല്ലേ അമ്മേ. ഈ അമ്മയുടെ ഒരു കാര്യം, വേണ്ടാത്തവളെ എന്തിനെങ്ങനെ നിർബന്ധിക്കുന്നേ? അവൾക്ക് വേണ്ടെങ്കിൽ നമുക്ക് അല്ല, എനിക്ക് തന്നൂടെ? അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി പൂജാ സമയത്തെങ്കിലും നീ ഇതിട്ടേ പറ്റൂ. അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയാ ഇപ്പോഴും ഞാൻ ഈ താലി കഴുത്തിലിട്ടേക്കുന്നു. ഇനി ഇതും കൂടി ഞാൻ ചുമക്കണോ അമ്മേ? എനിക്കിനി ഈ ഭാരം താങ്ങാൻ വയ്യ. ആ മോളെ, ദേ ഇത് മോള് സൂക്ഷിച്ചു. ദേ ആ ചിത്ര കാണണ്ട. അവൾക്ക് ഇത്തിരി അടിച്ചു മാറ്റുന്ന സ്വഭാവമുണ്ട്. ക്ലെപ്റ്റോമാനിയ. ഈ അമ്മയുടെ ഒരു കാര്യം, ഇനി ഇതെങ്ങാനും അവളുടെ കയ്യിൽ നിന്ന് കാണാതെ പോയാലും അത് എന്റെ തലയിൽ തന്നെ വരും. ആ ബേട്ടി, നിന്റെ അച്ഛനെയും അമ്മയും അനിയത്തിയും ഒക്കെ ഇങ്ങോട്ട് വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? എന്നിട്ട് വിളിച്ചോ? ഇല്ലമ്മേ, ഞാൻ വിളിക്കാം. എന്നാ ഫാസ്റ്റ് ആയിട്ട് വിളിക്ക്. അവര് സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് ഇങ്ങോട്ട് വരട്ടെ. അമ്മേ, എന്റെ വീട്ടിലും പൂജ ഉണ്ടാവും. വിളിച്ചാ അവര് വരുമോന്നറിയില്ല. നോ ബേട്ടി, യു ടെൽ യുവർ ഫാദർ. നീ വീട്ടിൽ വന്നിട്ടേ ഫസ്റ്റ് ദീപാവലിയാ. അപ്പൊ പിന്നെ അവര് വരാതിരിക്കുന്ന എങ്ങനെയാ? തീർച്ചയായും വരണം. നിന്റെ വീട്ടുകാരെന്ന് പറയുന്നതേ ഡീക്കയുടെ ബന്ധുക്കളല്ലേ? ഇത്തവണ അവരുടെ പൂജ ഇവിടെ നടത്താമെന്ന് പറയാം. അതല്ലമ്മേ, ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാ, നോ ടോക്കിംഗ് ബട്ട് വാക്കിംഗ്. കാര്യം നടക്കണോന്ന് മനസ്സിലായോ? മകളെ കല്യാണം കഴിച്ചു വിടുന്നതോടെ അച്ഛനമ്മമാരുടെ കടമ തീരുന്നില്ല. ഭർത്താവിന്റെ വീട്ടിൽ സ്വന്തം മകൾ സുഖമായിരിക്കുന്നെന്ന് അറിയണ്ടേ? ഇവിടെ വന്ന് സന്തോഷം നിറഞ്ഞ നിന്റെ മുഖം കാണുമ്പോ അവരെത്ര ഹാപ്പിയാന്നറിയോ നിനക്ക്? നീ വേഗം അവരെ വിളിക്കേ. ഇറ്റ് ഈസ് മൈ ഓർഡർ, ഓർഡർ ഓഫ് പത്മാവതി അമ്മ. ഫാസ്റ്റ് ഫാസ്റ്റ്. ശരി അമ്മ, ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം. ഗുഡ്, വെരി ഗുഡ്. വാ പോവാം. മോൾ ഇതൊക്കെ എടുത്തു വെക്കേ. അമ്മ ഇപ്പൊ വരാം. ഈശ്വരാ, തീർന്നു, എല്ലാം തീർന്നു. അമരാവതിയുടെ അഭിമാനം അന്തസ്സും ഒക്കെ ഇതോടെ തീർന്നു കിട്ടും. ആ കള്ളക്കൂട്ടങ്ങൾ ഈ വീട്ടിലേക്ക് വരവ് തുടങ്ങിയ പിന്നെ അഭിമാനം എന്നൊന്നും നമുക്ക് ബാക്കി ഉണ്ടാവില്ല. ആ ആശാലതയ്ക്ക് പണത്തിനോടും ആഭരണങ്ങളോടും ഒക്കെ അടങ്ങാത്ത ആർത്തിയാ. ഇവിടുന്ന് എന്തൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോകാം എന്ന് പ്ലാൻ ചെയ്തിട്ടായിരിക്കും അവരിങ്ങോട്ട് വരുന്നത് തന്നെ. വരട്ടെ. മയച്ച എന്താ പറഞ്ഞത്? ഒരു തവണ വന്നാൽ പിന്നെ ഒരിക്കലും അവർക്ക് ഈ അമരാവതിയിലേക്ക് വരാൻ തോന്നാത്ത വിധത്തില് നമുക്കവരെ സൽക്കരിക്കണം. നാണക്കേട് കൊണ്ട് പിന്നീട് ഒരിക്കലും അമരാവതിയിലേക്ക് വരണമെന്ന ചിന്ത പോലും അവർക്കുണ്ടാവാത്ത വിധത്തിൽ തന്നെ അപമാനിക്കണം. അപമാന ഭാരത്താൽ തലകുനിച്ച് അവരിവിടെ നിന്ന് ഇറങ്ങിപ്പോണം. അല്ല, ഈ പാർട്ടിക്ക് അവരെ ക്ഷണിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഈ അമ്മയുടെ ഒരു കാര്യം. മരുമകളുടെ വീട്ടുകാരല്ലേ? കല്യാണം കഴിഞ്ഞുള്ള ആദ്യത്തെ ആഘോഷമല്ലേ? മരുമകളുടെ കുടുംബക്കാരെ ക്ഷണിക്കണമെന്ന് തോന്നുന്നത് ന്യായം. പക്ഷേ അവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് അമ്മയ്ക്കറിയില്ലല്ലോ. ആഘോഷിക്കാനെങ്കിൽ വരട്ടെ. അപമാനം കൊണ്ട് തല കുനിച്ചിവിടുന്ന് ഇറങ്ങി പോകുന്നത് ഞാൻ കാണിച്ചുതരാം.
മായച്ചി, നമ്മളൊരു തെറ്റ് ചെയ്തിട്ട് അത് മറ്റൊരാളുടെ തലയിൽ വെച്ച് കിട്ടുമ്പോ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമില്ലേ, അതിന്റെ ഇരട്ടി സന്തോഷം കിട്ടും ആ കള്ളക്കൂട്ടങ്ങൾ ഇവിടുന്ന് നാണം കെടുത്തി വിടുമ്പോ. ഓർക്കുമ്പോ തന്നെ സന്തോഷം വരുന്നു. അവരെ അപമാനിച്ചു വിടണമെന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് അവരോട് എന്തെങ്കിലും പ്രത്യേക വിരോധം ഉണ്ടായിട്ടല്ല. പിന്നെ തരക്കാർ തമ്മിൽ വേണം ബന്ധം കൂടാൻ. DKയുടെ നിലയ്ക്കും വിലയ്ക്കും ചേർന്ന ബന്ധുക്കളാകാൻ അവർക്കൊരിക്കലും കഴിയില്ല. ഇന്നോ നാളെയോ DKയുടെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങി പോകേണ്ടവളാണ് ജ്യോതി. അവളുടെ കുടുംബവുമായി DKയ്ക്ക് ഒരു ആത്മബന്ധവും ഉണ്ടാവാൻ പാടില്ല. അല്ലാതെ അവരെ വ്യക്തിഹത്യ ചെയ്യാനൊന്നും എനിക്കൊരു പ്ലാനും ഇല്ല. മായച്ചി, ഒരാളെ കൊല്ലാൻ തീരുമാനിച്ച പിന്നെ അത് ഭംഗിയായിട്ട് ചെയ്യുകയാണ് വേണ്ടത്. മരിക്കുന്ന ആൾക്ക് വേദനിക്കുന്നുണ്ടോ ഇല്ലയോന്ന് നമ്മൾ ആലോചിക്കേണ്ട കാര്യമുണ്ടോ മായച്ചി? മതി മതി, നിന്നോടൊക്കെ ഇത് പറഞ്ഞ് എന്നെ വേണം പറയാൻ. ഇല്ല മായച്ചി, മായച്ചി എന്ത് പറഞ്ഞാലും അങ്ങനെ അവരെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അമരാവതിയിലേക്ക് ബന്ധുക്കൾ ചമഞ്ഞുള്ള അവരുടെ ആദ്യത്തെയും അവസാനത്തെയും വരവായിരിക്കും ഇത്. പക്ഷെ അതുകൊണ്ട് DKയുടെ മുന്നിൽ നമ്മൾ തെറ്റുകാരാവരുത്, അത്രയുള്ളൂ. എന്റെ അച്ഛനും മമ്മിയൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ സന്തോഷിക്കുന്ന പാവ അമ്മയുടെ വിചാരം. മകളെ കാണാൻ വരുന്നത് അവർക്ക് സന്തോഷം തന്നെയാ. പക്ഷെ ഇവിടുത്തെ മരുമക്കൾ 3 എണ്ണവും കൂടി അവരെ അപമാനിക്കും. എനിക്ക് ഉറപ്പത്. വിളിച്ചില്ലെങ്കിൽ അമ്മയ്ക്കത് വിഷമാവുകയും ചെയ്യും. അവർക്ക് കൊടുക്കാനുള്ള സമ്മാനങ്ങൾ വരെ ആ പാവം വാങ്ങിച്ചു വെച്ചു. എന്റെ മുന്നിൽ വെച്ച് അവരെ ആരും അപമാനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പൊ തന്നെ തിരിച്ചടി കൊടുക്കും ഞാൻ. എന്ത് ചെയ്യും? വിളിച്ച് വരണ്ടെന്ന് അച്ഛനോട് പറഞ്ഞാലോ? അച്ഛനാവുമ്പോ കാര്യം മനസ്സിലാവുകയും ചെയ്യും. അതാ നല്ലത്. അച്ഛന്റെ ഫോണാണല്ലോ, ഇന്നും മറന്നോ? ചേച്ചിയാണല്ലോ. ആ അച്ഛാ, അച്ഛന് സുഖല്ലേ? സുഖം തന്നെ, വളരെ സുഖം. മോൾക്ക് സുഖാണോ? എടി നീയാ? അച്ഛനെവിടെ മോളെ? അതെ, അച്ഛനാണ് സംസാരിക്കുന്നത്. പറയൂ മോളെ, എന്താ വിശ്വാസം വരുന്നില്ലേ? അച്ഛൻ എവിടെ പോയി? ഇന്നും ഫോൺ മറന്നോ? ഹലോ, മറന്നു പോയാലേ ഓർമ്മിപ്പിക്കാൻ അച്ഛന്റെ ഇളയ മോൾ ഇവിടെ ഉണ്ട്. ഓഹോ, എന്നിട്ട് ഇന്നെന്താ ഓർമ്മിപ്പിക്കാത്തെ? അത് പിന്നെ ഇന്നേ ഞാൻ മറന്നുപോയി. ഇങ്ങനെയാണോ നിന്റെ അച്ഛനെ നോക്കുന്നേ? ആ എന്താ പോരെ? വേണമെങ്കിൽ ഇനിയും കുറച്ചും കൂടെ നന്നായിട്ട് നോക്കാം. അതെ, അച്ഛൻ കടയിൽ വരെ പോയതാ, ഇപ്പൊ വരും. എന്തിനാ ചേച്ചി അച്ഛനെ വിളിച്ചത്? അവിടെ ചേച്ചിക്ക് സുഖാണോ? അവക്കെന്താ അവിടെ കുഴപ്പം? അവളവിടെ കൊട്ടാരത്തിലുള്ള റാണിയായിട്ട് ജീവിക്കല്ലേ. അമ്മേ ഒന്ന് മിണ്ടാതിരിക്കേ. പറ ചേച്ചി, അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്കിവിടെ ഒരു കുഴപ്പമില്ല. ഞാനിപ്പോ വിളിച്ചത് വേറൊരു കാര്യം പറയാനാ. എന്ത് കാര്യം? ആ സ്പീക്കർ ഓൺ ചെയ്യ്. ആ പറ ചേച്ചി, എന്താ കാര്യം? അതെ, എല്ലാ വർഷവും ദീപാവലിയുടെ തലേദിവസം ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു ചടങ്ങുണ്ട്. അതിന് നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കാൻ അമ്മ പറഞ്ഞിട്ടുണ്ട്.
എന്ത് ചടങ്ങാ ചേച്ചി? അതൊരു പാർട്ടിയാ, ചീട്ടുകളി പാർട്ടി. ഒരുപാട് വലിയ വലിയ ആളുകൾ വരുന്ന പാർട്ടിയാ. എന്നിട്ട് പണം വെച്ച് ചീട്ട് കളിക്കും. ഇതെന്താ മുച്ചീട്ട് കളി ക്ലബോ? നമ്മുടെ നാട്ടിൽ കാശ് വെച്ച് ചീട്ട് കളിച്ചാലേ പോലീസ് പിടിക്കും. ഇത് നമ്മുടെ നാട്ടിലുള്ള ആചാരമല്ല. മാത്രമല്ല, നാട്ടിലെങ്ങും ഇങ്ങനെ ഒരു ചടങ്ങ് കേട്ടുകേൾവി പോലും ഇല്ല. ആര് പറഞ്ഞടി? തൃശൂർ ഭാഗത്തൊക്കെ പണം വെച്ച് ചീട്ട് കളിക്കുന്ന ധാരാളം സ്ഥലങ്ങളുണ്ട്. അമ്മ, അതൊക്കെ വലിയ ക്ലബുകളാ, വീടല്ല. നിയമവിരുദ്ധം അതൊക്കെ. ചേച്ചി, അമരാവതിയിലുള്ളവരൊക്കെ ഇത്രയ്ക്ക് മണ്ടന്മാരാ ഇങ്ങനെ കാശ് കളഞ്ഞു കുളിച്ച് ചീട്ട് കളിക്കാൻ? ഇവരൊക്കെ വലിയ വലിയ ആളുകളല്ലേ. ഇവിടെ വരുന്നവരും കാശുള്ളവരായിരിക്കും. അവർക്ക് ഈ ചീട്ടുകളി ഒരു രസമാ മോളെ. ഒരു ചടങ്ങിന് നിങ്ങളെ വിളിക്കാൻ ഇവിടുത്തെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊള്ളാം. ഇങ്ങനൊരു വിളിക്ക് വേണ്ടി ഞാനും കാത്തിരുന്നതാ. ചീട്ട് കളിക്കാൻ ഞാനും കൂടി ഉണ്ടെന്ന് അവളോട് പറഞ്ഞേക്ക്. അമ്മയ്ക്ക് എന്താ ഭ്രാന്തുണ്ടോ? അമ്മ, അതൊക്കെ പണക്കാരുടെ കളിയാ. പോയ ചുമ്മാ ഭ്രാന്ത് പറയാതെ. അല്ല, അമ്മയ്ക്ക് എങ്ങനെ ചീട്ടുകളി അറിയാം? കൊച്ചുനാളിൽ ഇത് തന്നെയായിരുന്നു പരിപാടി. എടി, നാട്ടുംപുറത്തെ ചീട്ടുകളിയൊന്നും ഈ പണക്കാർക്ക് അറിഞ്ഞൂടാ. കുട്ടിക്കാലത്തെ ഞാനും നിന്റെ അമ്മാവന്മാരും കൂടി ഗുലാംപരിച്ചും പന്നിമലർത്തും അകമ്പുറം കളിയും റമ്മികളിയും ഒക്കെ കളിച്ചിട്ടുണ്ട്. അടിപൊളി. അപ്പൊ കുടുംബത്തോടെ ചീട്ടുകളിയായിരുന്നല്ലേ? നിന്ന് കിന്നിരിക്കാതെ ബാക്കി കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്ക്. എനിക്ക് ചീട്ട് കളിക്കണം. എടി, ചീട്ട് കളിക്കാൻ ഒരുപാട് പണം വേണമെന്ന് നീ അമ്മയോട് പറ. വെറുതെ കാശുകളെ നിൽക്കണ്ടെന്ന് നീ അമ്മയെ പറഞ്ഞെന്ന് മനസ്സിലാക്ക. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ എനിക്ക് ചീട്ട് കളിക്കാനുള്ള ഒരു അവസരം വാങ്ങി തന്നാ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു.